രോഹിതേ, ഈ വയനാട്ടിൽ നരേന്ദ്രമോദി വന്ന് അവിടെ നൈസമോളെ ചേർത്ത് പിടിച്ചതും നൈസമോളുമായിട്ടുള്ള ആ ഒരു കുസൃതികളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് ജാതി മതത്തിന് അപ്പുറത്തായിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ട് ഒട്ടേറെ ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. പലരും പറഞ്ഞു ആ ഒരു സംഭവത്തിന് ശേഷം മോദി കേരളത്തെ മറക്കുമെന്ന്, മോദി വയനാടിനെ മറക്കുമെന്ന് രാഷ്ട്രീയ വിരോധികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും നരേന്ദ്രമോദി വയനാടിനെ ചേർത്ത് പിടിച്ചു. എന്താണ് മോദി ഇനി വയനാടിന് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് രോഹിത് കരുതുന്നത്? അല്ല അർജുന, ഇതിനകത്ത് അർജുൻ പറഞ്ഞ പോലെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ നരേന്ദ്രമോദി വയനാട്ടിലേക്ക് വരുന്നു. അദ്ദേഹം വന്ന ഒരു ബൂട്ടോ സൂട്ടോ ഒന്നും ഇടാതെ അതിലേക്കൂടെ ഇറങ്ങി നടക്കുന്നു. 2 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് പോകേണ്ടുന്ന ഒരു പരിപാടി 7 മണിക്കൂർ ചെലവിട്ട് വയനാടിന് വേണ്ടി നിൽക്കുന്നു. നൈസമോളെ ചേർത്ത് പിടിക്കുന്നു. ഒട്ടനവധി പേരെ അദ്ദേഹം സമാധാനിപ്പിച്ച് മടങ്ങി പോകുമ്പോൾ പല ഓൺലൈൻ മാധ്യമങ്ങളും പല സൈബർ ഇടങ്ങളിലും ഇത് വെറും ഷോയാണ്, ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പോകും, ഒരു ചേർത്ത് പിടിക്കൽ മാത്രമാണ് ഇത് എന്ന് പറഞ്ഞെടുത്തതെന്ന് ഇന്നലെ രാജ്യം അതിൻ്റെ 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട ഇന്ത്യക്കാരെ നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം, അവരെ ചേർത്ത് പിടിക്കണമെന്ന് അദ്ദേഹം അവിടെ അത്രയും വലിയൊരു വേദിയിൽ പറയുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നടന്ന, ഇന്ത്യയുടെ ഭാഗമായ കേരളമാണ്, പക്ഷേ കേരളത്തിൽ നടന്ന ഈ പ്രകൃതി ദുരന്തത്തിൽ ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായം കൊടുത്തതിന് ശേഷം മാറി നിൽക്കാം കേന്ദ്രത്തിന്. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, പണത്തിൻ്റെ കുറവ് കൊണ്ട് ഇവിടെ യാതൊരു വിധമായ ബുദ്ധിമുട്ടും വയനാടിനുണ്ടാകില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു പോകുമ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല എന്തെങ്കിലും ഒരു പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കും, ആ പാക്കേജ് കൊടുത്തു തീർക്കും എന്ന് മാത്രമാണ് വ്യക്തിപരമായി ഞാനതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ വിശ്വാസമുണ്ട്, അടി മുതൽ അങ്ങ് മുടി വരെയുള്ള എല്ലാ A to Z കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ ഒഴുകി വരുന്നു, ഒരുപാട് സ്പോൺസർഷിപ്പുകൾ അവിടേക്ക് വരുന്നു. അപ്പം സ്വാഭാവികമായും ഇതിൻ്റെ ഒരു അവസ്ഥ, കൃത്യമായൊരു പാക്കേജ് ഉണ്ടാക്കണം. വയനാട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ 6000 രൂപ വരെ വാടക നിശ്ചയിച്ചു കഴിഞ്ഞു. അവിടെ കുറേ കാലത്തേക്ക് ആ പഞ്ചായത്തുകളിൽ കറണ്ട് ബിൽ അടയ്ക്കേണ്ട എന്നുള്ള ഇത് വന്നു കഴിഞ്ഞു. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പാക്കേജുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഞാൻ വിശ്വസിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പഠന റിപ്പോർട്ടുകളും സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ടുകളും വിലയിരുത്തിക്കൊണ്ട് വയനാടിന് വേണ്ടുന്ന ഒരു വലിയ പാക്കേജ് ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. അത് അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ ചെങ്കോട്ടയിൽ നടന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത്. അതിനുമപ്പുറത്തേക്ക് ഇനി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ട മറ്റൊരു വിഷയമാണ്, നമുക്കറിയാം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഇവിടെ രാഷ്ട്രീയ കോമരങ്ങളുടെ കോമാളിത്തരങ്ങൾക്ക് വേണ്ടി മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന മനുഷ്യനെ ആക്ഷേപിച്ച് ആ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞ് നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടികളുള്ള സംസ്ഥാനമാണ് കേരളം. പശ്ചിമഘട്ടം അപകടത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ, ഈ പ്രകൃതി ഇത്തരത്തിൽ നിലനിൽക്കില്ല, അത് കാണാൻ ഞാനോ അടുത്ത തലമുറ ഉണ്ടാകണമെന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും പശ്ചിമഘട്ടം മുഴുവൻ അപകടാവസ്ഥയിലാണെന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇവിടെ സമരമുഖത്ത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. അവരിപ്പോൾ സംസ്ഥാനത്തിൻ്റെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. സ്വാഭാവികമായും നരേന്ദ്രമോദി ആ വിഷയത്തിലേക്ക് കൂടി ഇടപെടേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയം നമുക്ക് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വാളായി തൂങ്ങിക്കിടക്കുകയാണ്. മലയാളികൾ ഭയന്നിട്ടാണ്. നോക്കൂ, ഈ പറയപ്പെടുന്ന പല ആളുകളും, എനിക്ക് ഇന്നലെ ഒരു 4-5 ഓഡിയോ ക്ലിപ്പുകൾ വന്നു. ഈ 4-5 ഓഡിയോ ക്ലിപ്പുകൾ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട കുറേ ആളുകൾ. ഒരാളെനിക്ക് അയച്ചതാണ്. അവർ ഒരു ഗ്രൂപ്പിൽ വന്ന ചാറ്റാണ്, വോയിസ് റെക്കോർഡാണ്. കുട്ടികൾ പോലും മുല്ലപ്പെരിയാർ പൊട്ടുമോ, ഓണത്തിന് സദ്യ ഉണ്ണാൻ സാധിക്കുമോ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം, ഓണത്തിന് സദ്യ ഉണ്ണാൻ സാധിക്കുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട് മാതാപിതാക്കളോട് സംസാരിക്കുന്ന കുട്ടികളുള്ള ഒരു സംസ്ഥാനമായി മാറുകയാണ് കേരളം. സ്വാഭാവികമായും ഈ വയനാട് പാക്കേജ് കൊണ്ടുവരുന്നതിനോടൊപ്പം വയനാട്ടിലെ ഈ പറയപ്പെടുന്ന പ്രശ്നബാധിതരായ ആളുകൾക്ക് ഒരു പുനരധിവാസം, നഷ്ടപ്പെട്ട മനുഷ്യരെ വീണ്ടും കൊടുക്കാൻ ഒരു പക്ഷേ സർക്കാരിനെ കൊണ്ടാകില്ല, ദൈവത്തെ കൊണ്ടുപോലും ആകില്ല. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തും വീടും പഴയൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഒരു പക്ഷേ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് അവിടെ സാധിച്ചേക്കും. കൃത്യമായി നരേന്ദ്രമോദി ആ വിഷയത്തിൽ ഇടപെടും. അതുപോലെ തന്നെയാണ് ഒരു വലിയ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഈ വയനാട് ദുരന്തത്തിൻ്റെ എത്രയോ മടങ്ങ് ശക്തിയുള്ള ഒരു അപകടമായി മാറും, ഒരു ദുരന്തമായി മാറും. അതിൻ്റെ ഒരു വ്യാപ്തി എത്രയെന്ന് സത്യം പറഞ്ഞാൽ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പല വാദമുഖങ്ങൾ ഉയരുന്നുണ്ട്. 15 TMC വെള്ളം കുത്തി ഒഴുകി വന്നു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് ഒരു ഭാഗം പറയുമ്പോൾ, ഈ 15 TMC വെള്ളം ഒറ്റ ഫോഴ്സിൽ ഒഴുകി വന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഇടുക്കിയും ചെറുതോണിയും അണക്കെട്ടുകളെ തകർത്തുകൊണ്ട് 136 TMC വെള്ളമായി പരന്നൊഴുകുമെന്നും ആ പരന്നൊഴുകുന്ന വെള്ളം ഈ വരുന്ന മലകളെയും മരങ്ങളെയും ഒക്കെ കുത്തി ഒലിപ്പിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും രാസ പ്ലാന്റുകളുണ്ട്, കെമിക്കൽ ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളെ തകർത്തുകൊണ്ട് വായുവും ജലവും മണ്ണും ഒരേപോലെ അപകടാവസ്ഥയിലാകുന്ന ഒരു വലിയ അപകടമായി ഇത് മുഴുവനായി അറബിക്കടലിലേക്ക്
കേരളത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന് നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ കേട്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഭീതിയിലാണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരമുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളിൽ കൃത്യമായ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വരണം. അതിന് നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത്. സ്റ്റാലിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ഈ പറയപ്പെടുന്ന പിണറായി വിജയനും രാഷ്ട്രീയ ലക്ഷ്യം. പക്ഷേ രോഹിത്തെ, അവിടെ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇപ്പം സഖാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് സഖാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഈ സ്റ്റാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ വിഷയത്തിനകത്ത് ഈ അണ്ണനും തമ്പിക്കും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരും ഇതിന് തയ്യാറാണ്, ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിന് ഫണ്ട് തരാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ 1400 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അത് ഞങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ കണ്ടെത്തിക്കോളാം, ജനങ്ങൾ അതിൽ നിന്ന് അവരുടെ ഒരു 100 രൂപ വേണമെങ്കിൽ ഓരോ കുടുംബം വിടാൻ തയ്യാറാകും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായി ഒരു വണ്ടി എടുത്ത് ഭിക്ഷാടന യാത്ര എന്ന് പറഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ 35 കോടി രൂപ ഒരാളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പിരിച്ചെടുത്ത സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണം കൊണ്ട് അളക്കരുത്. വയനാട്ടിലേക്ക് ഒഴുകി വന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒഴുകി വന്ന പണം നമുക്കറിയാം. പണം ഈ പറയപ്പെടുന്ന തമിഴ്നാടും കേരളവും പിന്നെ ഒരുമിച്ചിരുന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ. പണമൊന്നൊരു വിഷയമേ അല്ല. സൗഹൃദം സൗഹൃദം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ അവിടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായൊരു തീരുമാനമെടുക്കുക എന്ന് വെക്കുക. സ്വാഭാവികമായും അവിടെ DMK എന്ന് പറയുന്ന പാർട്ടി യാതൊരു വിധമായ ക്ലച്ചും ഇല്ലാതെ ഏത് വിഷയത്തിൽ കയറി പിടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു ഭാവി കാലത്ത് പോലും DMK ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന് സംശയത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ഈ പറയപ്പെടുന്ന BJPക്ക് ക്ലച്ചില്ല. നമ്മൾ ഈ പറയുന്ന BJPക്ക് ഉണ്ടായിരുന്ന സീറ്റ് പോലും നഷ്ടപ്പെട്ടൊന്നുമില്ലാണ്ട് അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായും അവിടെ സ്റ്റാലിൻ കേരളത്തിന് അനുകൂലമായി മുല്ലപ്പെരിയാർ വിഷയത്തിലൊരു തീരുമാനമെടുത്താൽ അവിടെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക്, പണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൽ നിന്ന് പോയ വാഹനങ്ങൾ തടയുന്നതടക്കം വലിയ കലാപങ്ങളുടെ കോപ്പ് കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും സ്റ്റാലിൻ ആ വിഷയത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടിയിരുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ്. മുല്ലപ്പെരിയാറിനെ എപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ചാൽ കേസെടുക്കുമെന്നും മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ചാൽ കലാപാഹനമാണെന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യച്ചങ്ങല പിടിച്ചത് ആദരണീയനായ ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കപ്പെടുന്ന ഒരു വലിയ സഖാക്കന്മാരുടെ നീണ്ട നിരയാണ്. സ്വാഭാവികമായും ഈ വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്ക് മുന്നിൽ കാണുന്ന രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരു ചർച്ച വിളിക്കുന്നു. സ്റ്റാലിനെയും ഈ പറയപ്പെടുന്ന പിണറായി വിജയനെയും ഒരു ടേബിളിൽ അപ്പുറവും ഇപ്പുറവും ഇരുത്തി നരേന്ദ്രമോദിക്ക് അത് സാധ്യമാകുന്ന കാര്യമാണ്. അവർക്ക് അവിടെ ഒരു തീർച്ചയായും നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നത് എനിക്ക് തോന്നുന്നു. നമ്മൾ വയനാടിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവിടെ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചു. 6 ലക്ഷം രൂപ മാത്രമാണ് മരിച്ചവരുടെ കുടുംബത്തിന്. 60% മുകളിലുള്ള അംഗവൈകല്യം സംഭവിച്ചവർക്ക് 75,000 രൂപയും 60% താഴെയുള്ളവർക്ക് 50,000 രൂപയും 6,000 രൂപ വാടകയും എന്ന നിലയിലേക്കാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ചോദ്യം പൊതുജനത്തിനുണ്ടാകും. ഈ 160 കോടിയോളം എത്തിയ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ആ 160 കോടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ 50,000 75,000 എന്ന നിലയിലുള്ള പിച്ചക്കാശ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അല്ല, അതിനകത്ത് സംസ്ഥാന സർക്കാരിനെ പൂർണ്ണ തോതിൽ വിമർശിക്കാൻ തയ്യാറാവില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഇവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതിനപ്പുറം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇനി വേണ്ടുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ ഈ പല സംഘടനകളും ഈ വീടുകൾ വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. ഇത് നടപ്പിലാക്കാത്ത പക്ഷം ഇത്തരം സംഘടനകൾ പറഞ്ഞ ഒരു വീടിന്റെ കണക്കനുസരിച്ച് ഒരു 1,500ഓളം ആയിട്ടുണ്ടാവും ഇപ്പം തന്നെ. അല്ല, സ്വാഭാവികമായും ഇതിൽ എത്ര എണ്ണം നടപ്പിലാകും? ഇത് നടപ്പിലാകാനുള്ള വസ്തു കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചെലവുകൾ പിന്നീട് ഇതെല്ലാം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനുണ്ടായിരിക്കുന്ന ഭീമമായ നഷ്ടമോടെ മറ്റൊന്നാണ് ഈ KCBക്കായാലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായും അവിടെ ഉണ്ടായിരിക്കുന്ന വലിയൊരു നഷ്ടമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 6 ലക്ഷം രൂപ എന്ന് പറയുന്നത് പ്രാഥമികമായി കൊടുക്കാം എന്ന് ആദ്യമായി സർക്കാർ പറയുന്ന ഒരു തുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസമായി മാത്രമേ ഇത് കാണാൻ പറ്റൂ. അതിനുമപ്പുറത്തേക്ക് കേരള ബാങ്ക് അവിടുത്തെ മുഴുവൻ ആളുകളുടെയും ലോണുകൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയൊരു തീരുമാനമായിട്ട് നമ്മൾ കൈയടിയോടെ സ്വീകരിക്കേണ്ടതാണ്. നോക്കൂ, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം പോലും വലിയ ബാങ്കുകാർ ലോണിൻ്റെ പേരിൽ എടുത്തുകൊണ്ട് പോയി അവിടുന്ന്. അത്തരം മാന്യത കാണിക്കാത്തിടത്താണ് കേരള ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് അവിടുത്തെ മുഴുവൻ ലോണുകളും എഴുതി തള്ളുന്നത്. ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ പ്രാഥമികമായ ഒന്ന് ആലോചിക്കണം, നമ്മൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഒരുപക്ഷെ വയനാട് ജനതയെ അങ്ങനെ കൈവിടത്തൊന്നുമില്ല. അല്ലെ, കൃത്യമായി ഇപ്പം തന്നെ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനിയും ബോഡികൾ കണ്ടെടുക്കാനുണ്ട്, ശരീരഭാഗങ്ങളാണ് കണ്ടെത്തുന്നത്, DNA ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലതും DNA ടെസ്റ്റ്
ചേർത്തിട്ട് അത് തമ്മിൽ മാച്ചിങ് ഉണ്ടോ എന്നുള്ളത് പല ബന്ധുക്കളുടെയും DNA സാമ്പിൾ വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല. ചിലപ്പോൾ അത് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് മേ ബി കളക്ടർ കൊടുക്കുക. അടിയന്തരമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു ഗൂഢലക്ഷ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. ഈ സ്വാഭാവികമായ ആളുകൾ ഈ പറയപ്പെടുന്ന ഇതിൻ്റെ ഹിഡൻ ചാർജസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഹിഡനായി നിൽക്കുന്ന അവിടുത്തെ എക്സ്പെൻസുകളെ പറ്റി സമൂഹം ബോധവാന്മാരല്ല. സ്വാഭാവിക മുഖ്യമന്ത്രി ഇവർക്ക് വേണ്ടുന്ന ഒരു തുക പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയ ചർച്ചയാകും. അതിലൂടെ സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ, ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ കൂടി ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ അടിയന്തരമായി ഇത്തരത്തിലൊരു തുക പ്രഖ്യാപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ പറഞ്ഞതുപോലെ അവിടെ മരിച്ചവരുടെ എണ്ണവും കാര്യങ്ങളും നഷ്ടപ്പെട്ട സ്വത്തിൻ്റെ വിവരങ്ങളും ഒക്കെ കണക്കെടുപ്പുകളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്, ഡോക്യുമെന്റേഷൻ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം അവർ അർഹിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പുനരധിവാസവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മളിപ്പം കഴിഞ്ഞ ദുരന്തങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മഴക്കാല കെടുതികൾ ഉണ്ടായ ഘട്ടത്തിൽ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും അടുത്തായിട്ട് നോക്കാം, നമ്മുടെ ആലപ്പുഴയിൽ ഇപ്പോഴും മണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ സമീപത്ത് ആളുകൾ ക്യാമ്പിൽ കഴിയുന്ന സംഭവങ്ങളുണ്ട്. ഓക്കിയൊക്കെ വന്നതിന് ശേഷമുള്ള ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു ക്യാമ്പിൽ പോയിരുന്നു. ആ ക്യാമ്പിൽ ഇപ്പോഴും ആളുകൾ കിടക്കുകയാണ്, അവർക്ക് വീട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സമൂഹം ഇത്തരം അവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്കെങ്ങനെ ഈ പുനരധിവാസം ഈ ഘട്ടത്തിൽ താൽക്കാലികം മാത്രം പ്രഖ്യാപിച്ചു, പിന്നെ ഒരു ഘട്ടത്തിൽ വിശാലമായി പ്രഖ്യാപിക്കും എന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. കാലാകാലം സുനാമി വന്ന സമയത്ത് സുനാമി ഫ്ലാറ്റുകളുടെ നിർമ്മാണം ഇഴഞ്ഞതും പിന്നീട് കൊടുത്ത വീട് സുനാമി ഫ്ലാറ്റുകൾ ചോർന്നൊലിക്കുന്നതുമായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇടതുപക്ഷം ഭരിച്ചപ്പോഴും വലതുപക്ഷം ഭരിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഒരു ആവേശം പിന്നീട് ഉണ്ടാവില്ല. പുത്തുമലയിൽ സംഭവിച്ച പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ വ്യാപ്തി അത് ഇതുവരെ മനുഷ്യനുണ്ടായ ആഘാതം കുറയ്ക്കുവാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, മുന്നറിയിപ്പുകൾ കിട്ടിയിട്ട് കാര്യമില്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് കൃത്യമായി പ്രവചിക്കേണ്ടത് എന്ന് ശാസ്ത്രീയമായ പ്രവചനങ്ങളായിരിക്കാം മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് സാധ്യമാകുക? അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തോന്നുന്നു 35 സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിൽ മുന്നറിയിപ്പിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് അവസാനിപ്പിക്കും. നരേന്ദ്രമോദി തുടങ്ങിയ ഒരു ചർച്ചയാണ്. നരേന്ദ്രമോദി ഈ പറയപ്പെടുന്ന പാക്കേജുകൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പാക്കേജ് സംസ്ഥാന സർക്കാരിൻ്റെ കൈപിടിക്കുന്നതിനൊപ്പം വയനാട്ടിലെ ജനതയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. അതിന് നരേന്ദ്രമോദി അതിനകത്ത് കൃത്യമായൊരു തീരുമാനമെടുക്കും. ആ പ്രതീക്ഷ നമുക്ക് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം നമുക്ക് നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകേണ്ടുന്ന ഒരു മുൻകരുതലുകളെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. കൃത്യമായി ഒരു സയൻറ്റിസ്റ്റുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, മുന്നറിയിപ്പുകൾ കൊടുക്കുമ്പോൾ സർക്കാരുകൾ കൊടുക്കുമ്പോൾ അതെല്ലാവരും ചെവിക്കൊള്ളണമെന്നില്ല, അവിടെ നിന്ന് മാറി താമസിക്കണമെന്നൊന്നുമില്ല. അതിനവിടെ എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നബാധിതമാണ് എന്ന് തോന്നുന്ന പ്രദേശങ്ങളിലെല്ലാം ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കണം. സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത് ഈ പ്രശ്നം ബാധിക്കാത്ത ആ പഞ്ചായത്തിൻ്റെ ഓരോ പഞ്ചായത്തുകളുമാണ്. ആ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിൽ ഓരോ കമ്മ്യൂണിറ്റി ഹാളുകൾ നിർബന്ധമായും എല്ലാ സൗകര്യങ്ങളും കൂടി നിർമ്മിച്ചിടണം. കാര്യം ഇങ്ങനെ ഒരു വലിയ മഴക്കാലം വരികയാണ്, റെഡ് അലേർട്ട് വരികയാണ്, ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമെന്ന് കാണുമ്പോൾ എങ്ങോട്ട് പോകും? ഈ ജനകീയ കമ്മിറ്റികൾ കൃത്യമായി വീടുകളിൽ പോയി അവിടെയുള്ള മുഴുവൻ ആളുകളെയും ആ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റണം. ആ കമ്മ്യൂണിറ്റി ഹാളിൽ ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇത് ഉപയോഗിക്കാത്ത സമയത്ത് കമ്മ്യൂണിറ്റി ഹാളുകൾ പഞ്ചായത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന മറ്റ് മാർഗ്ഗങ്ങളായി കണക്കാക്കണം. അത് വലിയ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറഞ്ഞത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ടതുണ്ട്. കേരളം ഉൾപ്പെടുന്ന ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുള്ള ആ സംസ്ഥാനങ്ങളിൽ കൂടുതലായി തന്നെ ISROൻ്റെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ കൃത്യമായി തന്നെ അലേർട്ടുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് കുറച്ചും കൂടെ ഒരു ക്രിയാത്മകമായി കുറച്ചും കൂടെ അടുത്ത് നിന്നുകൊണ്ടുള്ള അലേർട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ റെഡ് അലേർട്ട് വരുന്നു, റെഡ് അലേർട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് ആളുകൾ മാറണമെന്നാണ് ഈ റെഡ് അലേർട്ടിൻ്റെ ഈ മീനിങ്ങിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ മാറാറില്ല ആളുകൾ. അല്ല, ഞാൻ അതാ പറഞ്ഞത്. അതിന് പക്ഷേ കേന്ദ്രത്തിന് പറയാം ഞങ്ങൾ റെഡ് അലേർട്ട് കൊടുത്തു എന്നുകൊണ്ട് ഈ റെഡ് അലേർട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ അതിനെ ഒന്ന് തരംതിരിക്കണം എന്ന് തോന്നുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ള റെഡ് അലേർട്ടുകൾ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ റെഡ് അലേർട്ട് കൊടുക്കുന്നത് നമ്മൾ കേൾക്കുന്നത് വയനാട് ജില്ലയിൽ നാളെ റെഡ് അലേർട്ട്, ഇതാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത. അപ്പോൾ വയനാട് ജില്ലയിലെ ആളുകൾ മുഴുവനായി മാറി താമസിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ഇനം തിരിച്ച് സ്ഥലം തിരിച്ച് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് കാണുന്നത് ഒരു സീറോ ഡെത്ത് എന്ന രീതിയിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അത് കൃത്യമായി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അല്ല, സ്വാഭാവികമായും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റി താമസിപ്പിക്കുവാനോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവിടെ വേണ്ടുന്ന മുൻകരുതലുകൾ എന്താണോ അത് കൃത്യമായി എടുക്കേണ്ടതുണ്ട്.